ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു റസിയ റാസിക് ഒഫീഷ്യൽ. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടതുപോലെ ഹത്ത മസ്കറ്റ് ട്രിപ്പ് ഡേ 1 ആണിത്. നമ്മൾ അജ്മാനിൽ നിന്ന് പുറപ്പെട്ടതാണ്. അജ്മാനിൽ നിന്ന് രാവിലെ ഒരു 11 മണിക്ക് പുറപ്പെട്ടതാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഹത്തയിലെത്തി. ഹത്തയിൽ നമ്മൾ ആദ്യം പോയത് അവിടെ ഒരു ലേക്കിലേക്കാണ്. ലീൻ ലേക്ക് എന്നാണ് പറയുന്നത്. ലേക്കിൽ അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. പക്ഷെ നമ്മൾ പകൽ പോയതുകൊണ്ട് ഫെസ്റ്റിവലൊന്നും കാണാൻ പറ്റിയില്ല. 4 മണിക്ക് ശേഷമാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഡിസംബർ 15 മുതൽ 31 വരെ അവിടെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഫെസ്റ്റിവൽ കണ്ടില്ലെങ്കിലും അവിടെ ആ പ്രകൃതി ഭംഗി കാണാൻ നല്ല രസമാണ്. ലേക്കും പിന്നെ മലയും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് പിന്നെ വീണ്ടും യാത്ര തിരിക്കുകയാണ്. എന്നിട്ട് നേരെ നമ്മൾ പോയത് ഹത്ത ഡാമിലേക്കാണ്. ഹത്ത ഡാമിലേക്ക് ഡയറക്റ്റ് നമ്മുടെ വണ്ടി എടുക്കുകയും ചെയ്യാം. പക്ഷേ പാർക്കിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവരൊരു ഫ്രീ ഷട്ടിൽ സർവീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് ഫ്രീ ഷട്ടിൽ വണ്ടിയിലാണ് നമ്മൾ പിന്നെ ഡാമിലേക്ക് നമ്മൾ പോയത്. ഇപ്പം നമ്മൾ ഡാമിലെത്തിയിട്ടാണുള്ളത്. ഇതിപ്പം ഡാമിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചയായിപ്പോൾ ഈ കാണുന്നത്. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാനാ ഭംഗി. പിന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെയുണ്ട്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയാക്കിങ് ഒക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളുടെയും ഇത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ വന്നത് സ്വാൻ ലേക്കിലേക്കാണ്. സ്വാൻ ലേക്ക് എന്ന് പറയുമ്പം ഹത്ത ഡാമിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഇതും വരുന്നത്. ഹത്ത ഡാമിനേക്കാളും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ആണ് ഒരുപാട് അരണ്യങ്ങൾ, പിന്നെ താറാവുകളും അങ്ങനെ ഒരുപാട് ഉണ്ട് ഇവിടെ. അപ്പം കുട്ടികൾക്കൊക്കെ ആനിമൽസിനൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പം അതിന് ഭക്ഷണമൊക്കെ നമുക്കിങ്ങനെ അവിടെ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്. അത് ക്യാഷ് കൊടുത്തിട്ടത് വാങ്ങി ഇവർക്ക് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് കൊടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും ഭക്ഷണത്തിനായിട്ട്. അപ്പം രണ്ടുപേർക്കാണെങ്കിലും സാവക്കും മസ്ലിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഈ സ്വാൻ ലേക്കിൽ വന്നത്. അതിൻ്റെ കൂടെ കളി തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ബോട്ടിങ് ചെയ്തു. അപ്പം അതും അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണുള്ളത്. അപ്പം പെടലായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പം ഈ സ്വാനും ഒക്കെ നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വരും. പിന്നെ നമുക്ക് ഇങ്ങനെ നേച്ചറായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനും പറ്റും. പിന്നെ ഒരു സൈഡിലൂടെ ഹോഴ്സ് പോകുന്നതും പിന്നെ ഒക്കെ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റായിരുന്നു.
ഇവിടെ നിന്ന് നമ്മൾ നേരെ മസ്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ മസ്കറ്റിലേക്ക് UAE നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോഴുള്ള കുറച്ച് റൂൾസ് പറയാം. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിപ്പം കാണുന്നത് UAE ഒമാൻ ബോർഡറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിപ്പം ദുബായ് വഴി പോവുകയാണെങ്കിൽ ഇപ്പോൾ ഹത്ത വഴി അങ്ങനെ പോവാം. അങ്ങനെയാണ് നമ്മൾ പോയത്. പിന്നെ അബുദാബി പോവുകയാണെങ്കിൽ ബുറൈമി, അലൈൻ ബുറൈമി അങ്ങനെ വഴി പോകാൻ പറ്റും. ഇതിപ്പം ഹത്ത വഴിയാണ് നമ്മൾ പോയത്. അപ്പം ഇവിടുന്ന് സ്വന്തം വണ്ടിയാണെങ്കിൽ ഇൻഷുറൻസ് ചാർജ് ഉണ്ട് അവിടെ നിന്ന് എടുക്കാം ബോർഡറിൽ നിന്ന്. പിന്നെ ഒമാൻ UAE റെസിഡൻസിലുള്ളവർക്ക് ഒമാൻ വിസ ചാർജ് ഈടാക്കുന്നില്ല. പിന്നെ എക്സിറ്റ് ചാർജ് 35 ദിർഹംസ് ആണ് ഒരാൾക്ക്. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തി. ഇപ്പം റമാദയിലാണ്, ഹോട്ടൽ റമാദയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. റമാദയിലെത്തി നമ്മൾ അവിടെ നമ്മൾ എൻട്രി ചെയ്തു. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ റൂം ഒന്ന് കണ്ടുവരാം. അപ്പം ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.